സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടം തൻ തിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഖേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഖേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. വേദനയിൽ വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ മേദിനിയിൽ വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. സത്യക്കൂട്ടാളിയ ക്രിസ്തനല്ലാതെ ആരുമീ ഭൂമിയിൽ നിത്യതയോളവും. സത്യക്കൂട്ടാളിയ ക്രിസ്തനല്ലാതെ ആരുമീ ഭൂമിയിൽ മൃത്യുവിനാൽ മാറുവത്ര മിത്രമായാലും മർത്യരെല്ലാം മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ കാലമെല്ലാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ കാലമെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടം തൻ തിരു മാറിടമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ വളരെ തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തൊരു വിഷയമായിരുന്നു യോനയുടെ പുസ്തകം. ദൈവവചനം പഠിക്കുമ്പോൾ ഒന്നിന് ഒന്നോട് തുലനപ്പെട്ടാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്.
ഒരാശയം 66 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ മറുപടി, അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് ദൈവം എഴുതിയിട്ടുണ്ടാകും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണത്. ഈ രണ്ട് എഴുത്തുകാർ തമ്മിൽ വളരെ വർഷങ്ങളുടെ വ്യത്യാസമുണ്ടെങ്കിലും ഒരുപക്ഷെ അന്ന് എഴുതിയ ആ എഴുത്തുകാരൻ എഴുതിയ വിഷയത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഇണ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ദൈവദാസൻ മറ്റൊരു സ്ഥലത്ത് എഴുതി ചേർത്തിട്ടുണ്ടാകും. അതാണ് യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. യോനയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ പുസ്തകവും നഹൂമിൻ്റെ പുസ്തകവും ചേർത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ഇത് രണ്ടും യോനയുടെ പുസ്തകത്തിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു പുസ്തകമാണ് നഹൂമിൻ്റെ പുസ്തകം. യോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിനവയിൽ പ്രാരംഭമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്, ആ പ്രസംഗത്തിൻ്റെയും ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും അനന്തരഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുമ്പോൾ നഹൂമിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം നിനവയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നഹൂമിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്. ഇത് രണ്ട് കാലഘട്ടവും വ്യത്യസ്തമായൊരു കാലഘട്ടമാണ് എങ്കിൽ പോലും ഒരേ വിഷയം അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് നാം ഈ ഭാഗം ചിന്തിക്കുന്നത്. പ്രാരംഭമായിട്ട് യോനയുടെ പുസ്തകത്തിലേക്ക് വന്നിട്ട് അതിനുശേഷം നഹൂമിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം യോന ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ഏതാണ്ട് BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തെക്കുറിച്ച് വലിയ നെഗറ്റീവായിട്ട് ദൈവവചനത്തിൽ പറയുന്നില്ല. വളരെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി. 2 രാജാക്കന്മാർ 14-ാം അധ്യായം 14 അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോനയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് 2 രാജാക്കന്മാർ 14:25 വായിക്കുന്നത്, ഗത്ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രയേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി എന്ന് പറഞ്ഞാൽ യോനയെക്കുറിച്ച് എഴുതി വരുന്നത് കർത്താവിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിലൂടെ ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി, ജനത്തിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച വിശ്വസ്തനായൊരു ദൈവദാസനായിരുന്നു യോന. എന്നാൽ ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ യാത്രയിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഓട്ടത്തിൽ എവിടെയെങ്കിലും ഒരു പരാജയം, എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകും എന്നുള്ളത് ദൈവവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വസ്തനായ, വിശുദ്ധിയുള്ള, വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് അബ്രഹാമിനെ കാണുമ്പോൾ അവൻ്റെ ഭവനത്തിൽ വലിയൊരു പ്രശ്നം, ഒരു കുടുംബ കലഹമുണ്ടാക്കത്തക്ക നിലയിൽ ഒരു പ്രശ്നം അവിടെ നേരിട്ടു. സാറയുമായിട്ടുള്ള ബന്ധത്തിൽ, ആ ദാസിയുമായുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികൾ അവിടെ നേരിട്ടു. എന്നാൽ ആ പ്രതിസന്ധികൾ വളരെ ന്യായമായി തരണം ചെയ്ത് അതിനപ്പുറത്ത് കടക്കുവാൻ അബ്രഹാമിന് ഇടയായിത്തീർന്നു. ഇസ്മായേലിനോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായി. പോട്ടെ, കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും വെള്ളപ്പൊക്കത്തിന് ശേഷം, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ശേഷം ഒരു വലിയ പ്രതിസന്ധി ആ ഭവനത്തിലുണ്ടായി. ഒരാൾ ശപിക്കപ്പെട്ടവനായി തീർന്നു, അവിടെയും പ്രശ്നങ്ങളുണ്ടായി. വീണ്ടും പുറകോട്ട് പോകുമ്പോൾ ആദ്യ മാതാപിതാക്കന്മാരായ ആദാമിൻ്റെയും ഔവയുടെയും തലമുറകളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ദൈവകൃപയോടെ പോകുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ വളരെ വിശ്വസ്തമായി പോകുമ്പോഴും ഒരു ചെറിയ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാനുഷിക വശമായിട്ട് കാണും. ദാവീദിനെ കുറിച്ച് നാം പിന്നീടും വായിക്കുന്നത് ആ ഒരു ഉരിയാവിൻ്റെ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ, ബത്ശേബയുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്ലാതെ വിശ്വസ്തനായ ഒരു ദൈവദാസൻ, ഒരു രാജാവ് എന്നുള്ള നിലയിലാണ് ദാവീദിനെ നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നേതാക്കന്മാരുടെ ജീവിതത്തിലും ഒരു മൈനസ് ഉണ്ടായിട്ടുണ്ട്. ദൈവം അതിനെ ന്യായവിധി നടത്തിയിട്ടുണ്ട്. ന്യായവിധി നടത്തിയില്ലെങ്കിൽ ദൈവം നീതിമാനായ ദൈവമല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂമി യാത്ര പഠിക്കുമ്പോൾ ഒരു തലമുറയെ മുഴുവനും ദൈവം മരുഭൂമിയിൽ നശിപ്പിച്ചിട്ട് അടുത്ത തലമുറയാണ് കനാൻ നാട്ടിൽ ദൈവം പ്രവേശിപ്പിച്ചത്. യോശുവയും കാലേബും ഒഴികെ. ചോദിക്കാം, നിങ്ങൾ കനാൻ നാട്ടിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്
ആ തലമുറയെ ദൈവം മരുഭൂമിയിൽ നശിപ്പിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ടാകാം. പക്ഷേ ന്യായമായി ന്യായം വിധിക്കുന്ന ദൈവം, ന്യായാധിപതിയായ ദൈവം, നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം ഇസ്രയേലിനെ മരുഭൂമിയിൽ അവരുടെ തെറ്റുകൾക്ക് മുമ്പിൽ ന്യായം വിധിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചു പറയേണ്ടി വരും, ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നൊരു ദൈവമല്ല എന്നും അവൻ മുഖപക്ഷം നോക്കി പ്രവർത്തിക്കുന്നവനാണെന്നും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദൈവം ഇസ്രയേലിനെ ന്യായം വിധിച്ചു. ഇസ്രയേലിനെ ന്യായം വിധിച്ചതിലൂടെ ദൈവം വെളിപ്പെടുത്തിയൊരു വസ്തുത, ഞാൻ എൻ്റെ ജനത്തെ, എൻ്റെ മക്കളെ, ഒരു തലമുറയെ മുഴുവൻ ന്യായം വിധിച്ച ദൈവമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരോട് പറയാ, പുറജാതികളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ ന്യായം വിധിച്ചെങ്കിൽ നിങ്ങളെ ഇതിലധികം ഞാൻ ന്യായം വിധിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആ ഭയാനകതയെ, ആ തീഷ്ണതയെ അതിലൂടെ ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ, ദൈവിക സ്വഭാവത്തിൽ, ആ ദൈവിക മഹത്വ സ്വഭാവത്തിൽപ്പെട്ടൊരു വസ്തുത തന്നെയാണ് ന്യായം വിധിക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം, ഒരു ചെറിയ തെറ്റുപോലും ദൈവം അത് വളരെ സീരിയസ് ആയിട്ടെടുത്ത് ന്യായം വിധിച്ച ചരിത്രമുണ്ട്. ഒരു പക്ഷേ ലോത്തിനെ കുറിച്ച് നാം വായിക്കുന്നു. വളരെ വിശ്വസ്തനായ ദൈവകൃപയുള്ള ഒരു മനുഷ്യൻ, ഒരു തെറ്റ്, അദ്ദേഹം അവിടെ പോയി താമസിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ലൈഫ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചൊരു തെറ്റ് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയത് ദൈവത്തിന് ക്ഷമിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒരു ക്ഷമ പോട്ടെ, ഇത്രയും പ്രശ്നങ്ങളല്ലേ. സ്വാഭാവികമായിട്ടും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെണ്ടമേളം കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോവും എന്താണെന്ന്. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, അതൊരു മറ്റു ജാതീയമായ വിഷയമാണെങ്കിലും, അതൊരു വിഗ്രഹപരമായ വിഷയമാണെങ്കിലും ഒന്നെത്തി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സ്ത്രീ എന്താണ് സംഭവിച്ചെന്ന് കാണുവാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ദൈവത്തിന് ക്ഷമിക്കാമായിരുന്നു? ഇല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചത് അതാണ്. നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം, അവൻ പൂർണ്ണമായും നീതിമാനാണ്, നീതിയോടെ ന്യായം വിധിക്കും എന്നുള്ളതിന്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കും എന്നുള്ളതിന് തെളിവായിട്ട് ദൈവം അവിടെ അവളെയും ന്യായം വിധിച്ചു. ഒരു ശിക്ഷ കൊടുത്ത് പറഞ്ഞു വിട്ടതല്ല. മറ്റു പലരെയൊക്കെ അറിയാം, ഉസിയാവൊക്കെ ഉസാദേവ് തൊട്ടു, ചില പ്രിയപ്പെട്ടവരൊക്കെ ആ പെട്ടകത്തെ തൊട്ടു, കൈ വരണ്ടുപോയി, ആ മിരിയാമിനെ കുഷ്ഠരോഗിയാക്കി തീർത്തും. അയ്യോ, ആ സ്ത്രീയെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു, ഉപ്പ് തൂണാക്കി കളയേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം ഒരു വസ്തുത പറഞ്ഞാൽ അത് ചെയ്യണം. നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കരുത്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറയുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ വരുമ്പോൾ പറഞ്ഞത്, ഒന്ന് ഓർത്തോണേ, ലോകത്തിൻ്റെ ഭാര്യയെ നിങ്ങളൊന്ന് ഓർത്തോണം. ദൈവം ഇങ്ങനെ തിരിച്ചു പറയുകയാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നു. വേണമെങ്കിൽ എനിക്കൊരു ന്യായവിധി നടത്തി അവളെ അങ്ങ് വിടാമായിരുന്നു. ഒരു മുടന്തിയായിട്ടോ കുഷ്ഠരോഗിയായിട്ടോ കാഴ്ചയില്ലാത്തവളായിട്ടോ ഒക്കെ തീർക്കാമായിരുന്നു. പക്ഷെ അല്ല, ഞാൻ കൊടുത്ത കൽപ്പനയുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് അവളെ കണ്ട് നിങ്ങൾ പഠിച്ചോണം. പിന്നെ അവളുടെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ ആകെ തകർന്നു പോയെന്ന് നമുക്കറിയാം. രൂത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ആ 10 തലമുറയുടെ കാലഘട്ടം കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്കൊരു അവകാശം ലഭിച്ചത്. 10 തലമുറയോളം ശപിക്കപ്പെട്ടതായി തീരത്തക്ക നിലയിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവത്തിനൊന്ന് ക്ഷമിക്കാമായിരുന്നു. പക്ഷേ അതല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ, ദിവ്യ സ്വഭാവത്തിൽ ക്ഷമയല്ല, ന്യായവിധിയാണ് അവിടെ അർഹമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോനയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ തെറ്റല്ലേ ദൈവമേ, അങ്ങ് ക്ഷമിക്കാമായിരുന്നു. ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ ആ പാവപ്പെട്ട ദൈവദാസനെ, ചില ചരിത്രം പറയുന്നത് അതേ ഉയരമൊന്നുമില്ല, ആൾക്ക് ഉയരം കുറഞ്ഞ് അല്പം സ്ഥൂലിച്ച ഒരു മനുഷ്യൻ, ഒരു മീന് സുഖമായിട്ട് വിഴുങ്ങാൻ പറ്റും. ആ മനുഷ്യനൊരു പാവപ്പെട്ട മനുഷ്യനെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ദൈവമേ? അല്ല. ദൈവത്തിൻ്റെ ന്യായവിധി ശക്തമാണ് എന്നും വ്യക്തമാണ് എന്നും അത് ഏത് കാലഘട്ടത്തിലും ഒരു മുഖവും നോക്കാതെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് തൻ്റെ ദാസനായ, അല്ലെങ്കിൽ തൻ്റെ പ്രവാചകനായ, വിശ്വസ്തനായ യോനയുടെ ജീവിതത്തിൽ പോലും ദൈവം ആ ന്യായവിധി അയച്ചിട്ട് വെളിപ്പെടുത്തിയത്. നമ്മുടെ ദൈവം പ്രതികാരം ചെയ്യുന്നവൻ. നമ്മൾ വായിക്കുന്നുണ്ട്, യാഹൂബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ 2-ാമത്തെ അധ്യായം, 1-ാം അധ്യായത്തിൽ മുഴുവനാണെങ്കിൽ പോലും 2-ാം അധ്യായത്തിൽ സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു. നിനവയോട് പറയാണ്, നിനവേ, സംഹാരകൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സംഹരിക്കും. ഈ വാക്ക് അതേ അർത്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അർദ്ധരാത്രിയിൽ
സംഹാരകൻ അതുവഴി കടന്നുപോയി. ഒരു മുഖവും നോക്കാതെ കൊട്ടാരം മുതൽ വീടില്ലാത്തവൻ്റെ സ്ഥലം വരെ, അല്ലെങ്കിൽ കുടില് വരെ അന്ന് രാത്രിയിൽ ഒരു സംഹാരം നടത്തി. സംഹാരകൻ നിനക്കെതിരെ, അതേ ആശയം നിനവയോട് പറയാണ്, നിനവേ, നിനക്ക് എതിരെയും സംഹാരകനായ ഞാൻ കടന്നു വരുന്നു. ഇനിയും നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം ആരാണ് എന്നുള്ളത് 1-ാം അധ്യായം മുഴുവൻ വായിക്കാമെങ്കിലും അതിൻ്റെ 3-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കുക, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. നല്ല കാര്യമാണ്. അടുത്ത എഴുതിയിരിക്കുന്ന നോക്കുക, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്തത്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചു. യഹോവ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. എന്തിനാണ് യോനയുടെ പുസ്തകം ദൈവവചനത്തിൽ ആഡ് ചെയ്തത്? കാരണം യോനയുടെ വിഷയം എഴുതുമ്പോൾ ഒരു പക്ഷേ വായിക്കുന്ന ആളുകൾ പറയും, ദൈവത്തിൻ്റെ വലിയൊരു പ്രവാചകനാ, അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയത് കഴിവതും എന്തു ചെയ്യണം? ആഡ് ചെയ്യരുത്, നാണക്കേടാ. നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ഏത് ബയോഗ്രഫിയാണെന്ന് പറഞ്ഞാലും ചില വലിയ അബദ്ധങ്ങളൊക്കെ എന്തു ചെയ്യും? ഒഴിവാക്കും. കാരണം അത് ആളുകൾ കേൾക്കണ്ട, അത് നാണക്കേടാണ്, ലജ്ജാകരമാണ്, അത് വേണ്ട. 66 പുസ്തകം എഴുതിയപ്പോൾ വേറെ പുസ്തകങ്ങളില്ലാഞ്ഞിട്ടല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തു ചെയ്ത മറ്റു അനേക വിഷയങ്ങളുണ്ട്. അതൊക്കെ എഴുതിയാൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ പോലും തീരുകയില്ല. ഒരു പുസ്തകം കൂടെ എഴുതിയിട്ട് യോനയുടെ പുസ്തകം മാറ്റിവെച്ച് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ മനഃപൂർവ്വം യോനയുടെ പുസ്തകം ആഡ് ചെയ്തതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, ദൈവം മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കും. അത് ദൈവദാസനാണെങ്കിലും പ്രവാചകനാണെങ്കിലും ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്ന് ഏത് കാലഘട്ടത്തിലുമുള്ള വ്യക്തികൾ മനസ്സിലാക്കണമെന്നുള്ളത് യോനയുടെ പുസ്തകത്തിലൂടെ തിരിച്ചറിയും. കാരണം നമ്മുടെ വായിച്ചു നഹൂമിൻ്റെ പുസ്തകം, യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇനിയും അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കണമെങ്കിലും അതിൻ്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. അതിൻ്റെ പകുതി മുതൽ വായിക്കുന്നത്, യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും ആകുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് എഴുതി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി ആരംഭിക്കുമ്പോൾ പറയാണ്, ഞാൻ ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഒരു ഹെഡിങ് യഹോവ ക്രോധപൂർണനാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ദേഷ്യമുള്ളവനെന്നല്ല, അവനെ പോലെ ദേഷ്യമുള്ളവൻ ആരുമില്ല. അവൻ ക്രോധം സംഗ്രഹിച്ചു വെക്കുന്നവനാ. പിടിച്ചു വെക്കും, മാറ്റി വെക്കും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ചാക്ക് കണക്കിന് ദൈവം ഇങ്ങനെ കെട്ടി ക്രോധം വെക്കും. അതങ്ങോട്ട് പൊട്ടിയാലുണ്ടല്ലോ, നിനവേ, യോനയെ, നീ ആ ക്രോധത്തിന് മുമ്പിൽ നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഈ രാത്രി സമയത്ത് ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ആരും യോനേക്കാൾ വലിയവരല്ല. കാരണം യോന അത്രമാത്രം ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിൻ്റെ കൃപയറിഞ്ഞവരാ. എന്നാൽ രക്ഷയുടെ കാര്യത്തിൽ യോനേക്കാൾ വലിയവരാണ് നാമെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളെ ആരും യോനേക്കാൾ വലിയ പൊസിഷനുള്ളവരല്ല. ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ യോനേനായി ദൈവം ന്യായം വിധിച്ചെങ്കിൽ, യോനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, വിശുദ്ധി പ്രാപിച്ച നമ്മെയും ദൈവം എന്തു ചെയ്യും? ശിക്ഷ വിധിക്കും. നമ്മെയും ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാം. ഓരോ ചുഴലിക്കാറ്റും ഓരോ കൊടുങ്കാറ്റും നിങ്ങൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ അറിയണം, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുണ്ട്, യഹോവയുടെ വഴി കൊടുങ്കാറ്റിലുണ്ട്. പണ്ട് യഹോവ ചുഴലിക്കാറ്റിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ അല്ലെങ്കിൽ ചുഴലിക്കാറ്റിൽ ഒരു വഴിവെട്ടി അതിലൊരു വാഹനത്തെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് അയച്ചു. കർത്താവിൻ്റെ ദാസനെ ആ വാഹനത്തിൽ ഭൂമിയിൽ നിന്നെടുത്ത് സ്വർഗത്തിലേക്ക് പോയി കർത്താവിൻ്റെ ദാസനായ ഏലിയാവ്. കർത്താവിൻ്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. അവൻ ക്രോധം സംഗ്രഹിച്ചു വെക്കുകയും അവനെ പോലെ പ്രതികാരകൻ ആരുമില്ല എന്ന് യോനയുടെ ജീവിതത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ ഇനി ആ 1-ാം അധ്യായത്തിൽ, നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ പിന്നീട് വരും. അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നാം ആ ഭാഗത്തേക്ക് വരും. യോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം ചില ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടുന്ന് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കുക, യോനയോട് ചോദിക്കുകയാണ്. അത് മാനുഷികമായ ഒരു ചോദ്യം. യോനെ, നീ ഉറങ്ങുന്നത് എന്ത്? യോനയ്ക്ക് എന്താ ഉറങ്ങിക്കൂടെ? യോനയ്ക്ക് എന്താ ഒന്ന് ഉറങ്ങിക്കൂടെ?
അവിടെ ചെന്നിട്ടുള്ള കാര്യമല്ലേ. അങ്ങ് ചെന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ചെല്ലുന്നവരെ പാവം ഒന്ന് ഉറങ്ങിക്കോട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ നീ എങ്ങോട്ടാ പോകുന്നത്? കർത്താവ് ആ ആളുകളിലൂടെ ചോദിച്ചത്, നീ ഇത്രയും പ്രതിസന്ധി ഈ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ നീ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതൊരു കുഴപ്പമല്ല, പക്ഷേ ഇത്ര പ്രശ്നങ്ങൾ ഇവിടെ നടന്നപ്പോൾ ഞാനിങ്ങനെ അതിന് മറുപടി പറയട്ടെ. ഭാര്യാഭർത്തൃ ബന്ധമാകെ നശിച്ചു, മക്കളെല്ലാം അവരുടെ വഴിയിൽ നടക്കുന്നു, ഒന്നും അനുസരണമില്ല, ബൈബിൾ വായിക്കില്ല, പ്രാർത്ഥിക്കില്ല, ഓരോരുത്തർ അവരുടെ വിഷയം. പ്രശ്നങ്ങളും കേസും അടിപിടികളും ചീത്തവിളിയും തന്നെ വീട്ടിൽ പ്രശ്നം. ദൈവമക്കളുടെ കുടുംബങ്ങളാ. സഭയില്ല, ആരാധനയില്ല, ആത്മീയ ശുശ്രൂഷയില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. സക്കരിയാവേദ, നഹൂമേദ, പ്രവചനമേദ, വലുതേതാ ചെറുതേതാന്നറിയില്ല. അത്രമാത്രം നാശത്തിലൂടെ, തകർച്ചയിലൂടെ നിന്റെ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ ചോദ്യം, നീ ഉറങ്ങുന്നത് ഉറങ്ങാനുള്ള സമയമാണോ? ദൈവമക്കളോട് വലിയവനായി ദൈവം ചോദിക്കുക, എനിക്ക് ഉറങ്ങാനുള്ളൊരു സമയമല്ല, മറിച്ച് രാത്രിയുടെ യാമങ്ങളിൽ നെഹമ്യാവ് ചെയ്തതുപോലെ, ദാനിയേൽ ചെയ്തതുപോലെ ഉണർന്നെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരയാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പ്രിയപ്പെട്ടവർ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നു, ആരുടെ നിമിത്തം ഈ അനർത്ഥം ഇവിടെ സംഭവിച്ചു? രണ്ടാമത് ചോദിക്കുക, നീ പറയണം, ഇത്രയും പ്രശ്നങ്ങൾ, ഞങ്ങളുടെ കപ്പലിലെ നമ്പർ 1 ക്വാളിറ്റി മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ കടലിൽ തള്ളി, ഇനി അത് തിരിച്ചു കിട്ടത്തില്ല. എത്രമാത്രം പണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വെൽത്ത്, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. താണ്ട് ഞങ്ങളും വെള്ളത്തിനടിയിലേക്ക്, കടലിൽ മുങ്ങാൻ പോവുക, ഞങ്ങൾ നശിക്കാൻ പോവുക. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനെന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യും, നീ പറ, ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു? ഞാനിങ്ങനെ ചിന്തിച്ചു, അതെന്താ യോനയോട് ചോദിച്ചത്? ആ കപ്പലിൽ കാലത്തെക്കുറിച്ചും ഒരുപക്ഷെ കാലാവസ്ഥയെക്കുറിച്ചും അറിയാവുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ, അവരോടല്ലേ ചോദിക്കേണ്ടത്? എന്താ ഇപ്പോൾ ഇങ്ങനൊരു പ്രകൃതിയുടെ മാറ്റം ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് ദൈവദാസനോട് ചോദിച്ചു? ഉത്തരം യോന തന്നെ പറയുന്നുണ്ട്, എൻ്റെ ദൈവം, ഞാൻ ഇത്രമാത്രം ഉന്നതനായി ദൈവത്തിൻ്റെ ദാസനാണ്. നിന്റെ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചതെങ്കിൽ, നിന്റെ ദൈവമാണ് സകലത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ, നിന്റെ ദൈവമാണ് പ്രകൃതിയെ നിർമ്മിച്ചതെങ്കിൽ, കാറ്റും മഴയും ഇടിയും ഇതെല്ലാം നിന്റെ ദൈവമാണ്, കടലും കരയും എല്ലാം നിന്റെ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ, ചോദ്യം, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഗ്രാമത്തെ, ഞങ്ങളുടെ പട്ടണത്തെ, ഞങ്ങളുടെ ഇന്ത്യയെ, ഞങ്ങളുടെ ദേശത്തെ ഇത്രമാത്രം പ്രതിസന്ധികൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ആരുത്തരം പറയണം? ദൈവമക്കൾ ഉത്തരം പറയണം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ മുട്ടിപ്പോടെ, അപേക്ഷയോടെ, മാനസാന്തരത്തോടെ പ്രാർത്ഥിച്ചാൽ ഞാൻ അവരോട് കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്തുകൊണ്ടാ അത് എന്നോട് ചോദിക്കുന്നത്? ദൈവദാസൻ പറയണം, ദൈവമക്കൾ പറയണം, സഹോദരി പറയണം, എന്തുകൊണ്ട് നമുക്കിത് സംഭവിക്കുന്നു? ഉത്തരം, നമ്മളാണ് റെസ്പോൺസിബിലിറ്റി. ദേശത്തെ ദൈവം ന്യായം വിധിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഞാനും നിങ്ങളുമാ. കാരണം ഞാൻ മുട്ടിന്മേൽ നിന്നിരുന്നെങ്കിൽ, ഞാൻ ദേശത്തിന് വേണ്ടി കരഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി കരഞ്ഞിരുന്നെങ്കിൽ, ദൈവം ഈ ദേശത്തെ ന്യായം വിധിക്കുകയില്ലായിരുന്നു, ദൈവം ഈ ദേശത്തിന് മഹാമാരി അയക്കില്ലായിരുന്നു. പക്ഷേ ദൈവമക്കളുടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നില്ല. വല്ലപ്പോഴും ഏതെങ്കിലും അപ്പച്ചന്മാരുടെയോ അമ്മച്ചിമാരുടെയോ കുഞ്ഞുങ്ങളുടെയോ പ്രാർത്ഥന അവിടെ ഒട്ടങ്ങോട്ട് ചെന്നാലായി, ചെന്നില്ലേലായി. പണ്ടങ്ങനല്ലായിരുന്നു. ഈ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിയാൻ വയ്യ. കാരണം കൊട്ടക്കണക്കിന് പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കുക, എടുക്കുക മറുപടി കൊടുക്കുക, എടുക്കുക മറുപടി കൊടുക്കുക. ഇപ്പം വല്ലപ്പോഴും ഒന്ന് വന്നെങ്കിലായി. ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദേശത്തിന് മേൽ പ്രതിസന്ധികൾ വളരുന്നു, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. യോനെ, നീ പറയണം, ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? മൂന്നാമത്തെ ചോദ്യം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാര്യമൊക്കെ യോന പറഞ്ഞു. അവിടെ വായിക്കുന്നത്, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട്, നീ എന്തിനങ്ങനെ? ഈ ചോദ്യം വായിക്കുമ്പോൾ ഞാൻ തന്നെ ഭയപ്പെടുക. യോന എന്തിനങ്ങനെ ചെയ്തു എന്നല്ല, ഞാൻ വായിക്കുമ്പോൾ എന്തോ ഞാൻ ചെയ്ത് ഏതാണ്ട് തെറ്റ് ചെയ്തതുപോലെ, നീ എന്തിനങ്ങനെ? ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമേ, ഞാൻ എന്താ തെറ്റ് ചെയ്തത്? പലപ്പോഴും പല കുടുംബങ്ങളും അവരുടെ തലമുറകളെക്കുറിച്ച്, ഭർത്താക്കന്മാരെക്കുറിച്ച്, ഭാര്യമാരെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ട്
അനുസരണമില്ല, ദൈവഭയമില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വരില്ല, ആരാധനയ്ക്ക് പോകില്ല, വളരെ കണ്ണുനീരോടെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ട്. എന്താ അങ്ങനെ കാരണം? പിന്നീട് ചോദിക്കുന്നത്, ഒരു തെറ്റ് പോരായ്മ സംഭവിച്ച് എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത ചോദ്യം, അതെന്തിനാ അങ്ങനെ ചെയ്തത്? ഏത് തെറ്റിൻ്റെ മുമ്പിലും ചോദിക്കുന്ന അതെന്തിനാ അങ്ങനെ? അവിടെ യോനയ്ക്ക് മറുപടിയില്ല. നീ എന്തിനാ ദൈവം പറഞ്ഞ വഴിയിൽ നിന്ന് നിന്റെ ഇഷ്ടത്തിലേക്കൊന്ന് മാറിപ്പോയത്? ആ ചോദ്യം ദൈവം നമ്മോടും ചോദിക്കും. കർത്താവെ, ഞാൻ ചിന്തിച്ചു, ഞാനിപ്പോൾ ചിന്തിച്ചതാണ് ശരിയെന്ന് ചിന്തിച്ചു. ഈ നിനവെ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായ പ്രദേശമാണ്. നിനവെ ഒരു 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 സ്വതന്ത്രമായ ഒരു പ്രദേശം. അപ്പോൾ അവർ എല്ലാ നിലയിലും ഉന്നതമായ സ്ഥാനം വഹിച്ചു നിൽക്കുമ്പോൾ ചുറ്റുപാടുമുള്ള പട്ടണത്തിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണല്ലോ, മൂത്ത ആൾക്ക് ഒരു മുട്ടായി കൂടുതൽ കിട്ടിയാൽ ഇളയ ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അവന് കൂടുതൽ കിട്ടി, എനിക്ക് കുറച്ച് കിട്ടി. അപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ഈ നിനവയുടെ പ്രദേശത്ത് ബാക്കിയുള്ള ആളുകൾക്കൊരു കണ്ണുകടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരങ്ങ് നശിച്ച് തകർന്നു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ ദാസനോട് പറഞ്ഞത്, അവർ നശിക്കാൻ പാടില്ല, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, ഞാൻ അവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ അവിടെ ചെന്ന് പ്രസംഗിക്കണം. പോവോ? കർത്താവെ, അത് അവരൊക്കെ ഇത്ര തെറ്റൊക്കെ ചെയ്തില്ലേ, അപ്പോൾ പിന്നെ ശിക്ഷിക്കുക, അതാ നല്ലത്, കർത്താവ് അങ്ങ് ശിക്ഷിച്ചാൽ മതി, ഇനി ഞാൻ പോയി എന്തിനാ? ഇങ്ങനെയൊക്കെയുള്ള ചില ബാക്ക്ഗ്രൗണ്ട് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ചെന്ന് പ്രസംഗിക്കുക, ബാക്കി അവിടെ ഞാൻ ചെയ്തോളാം. യോനയുടെ പുസ്തകത്തിൻ്റെ അവസാന വാക്യം നിങ്ങൾക്കറിയാം. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഈ അനേകം മൃഗരും മനുഷ്യരുമുള്ള ഈ മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നിക്കൂടെ? എന്തുകൊണ്ട് അയ്യോഭാവം എന്ന് ചോദിച്ചാൽ, ദൈവത്തിനറിയാം നഹൂമിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ശിക്ഷാവിധി കർത്താവിനറിയാം. അത് ക്രോധം ഇങ്ങനെ ചരതിച്ചു വെച്ചേക്കുക. അപ്പോൾ ഈ ക്രോധത്തെക്കുറിച്ച് നോക്കിയിട്ട് കർത്താവ് ഇവിടെ പറയാണ്, ഇവർക്ക് വരാൻ പോകുന്ന ശത്രുത അല്ലെങ്കിൽ നാശം ഇത്രത്തോളം വലുതാണ്. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ, ഈ ശിക്ഷാവിധി അനുഭവിക്കുമ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ട ജനം അല്ലെങ്കിൽ ഈ ജനം എത്രമാത്രം വേദനിക്കും, നിലവിളിക്കും. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അയ്യോഭാവം, ഒരു ചാൻസ് കൂടെ ദൈവത്തിൻ്റെ ദാസന് ചെന്നാട്ട്. അങ്ങനെ വലിയ പ്രതീക്ഷപ്പെടുമ്പോൾ ആള് വേറെ വഴിക്കൂടെ. ഇപ്പോൾ കർത്താവിൻ്റെ നിനവയുടെ കാര്യം മാത്രമല്ല, യവൻ്റെ കാര്യം കൂടെ ഒന്ന് പരിഹരിക്കേണ്ടി വരുന്നു. നിനവെ ഒന്ന് പോസ് ചെയ്തിട്ട് യോനെ ഒന്ന് നന്നാക്കി വശത്താക്കി അവിടെ എത്തിക്കുക എന്നുള്ളത് ഒരു ഇരട്ടിപ്പണിയുടെ ദൈവത്തിന് അവിടെ വരിക. ദൈവത്തിന് സ്തോത്രം. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു? സഖി കെട്ടു, ആകെ തകർന്ന് കടലിൻ്റെ നടുവില, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങി ഓടാൻ പറ്റുകയില്ല. ചോദ്യം, സാറേ ദൈവദാസ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നും അനേക ജനം ദൈവമക്കളോട് ഇൻഡയറക്റ്റായിട്ട് രഹസ്യത്തിൽ ചോദിക്കുക, കാര്യം ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ വേറെയാ, പക്ഷെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഏതാണ്ട് നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ തന്നെ ഈ ലോകത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ലോകത്തിൻ്റെ സ്ഥിതി മാറാനായിട്ട് പോകുന്നു. നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആകാശവും ഭൂമിയും കാലാവസ്ഥയും ഈ ദിക്കുകളെല്ലാം, ഈ യുഗങ്ങളെല്ലാം മാറുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ സംഭവമൊക്കെ നടന്നു വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗമാണോ ശരിയെന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയമുണ്ടാകുന്നു. അടുത്തത്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 ചോദ്യങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഇനിയും യോനയുടെ ജീവിതത്തിലേക്ക് പറയട്ടെ. 3 വൈകല്യങ്ങൾ അല്ലെങ്കിൽ യോനയുടെ 3 മൈനസുകൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. 3 മൈനസുകൾ. ഒന്നാം, ദൈവം ഇതൊക്കെ പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്താലും ദൈവം എൻ്റെ വശത്ത് തന്നെ നിൽക്കുമെന്നുള്ളൊരു തോന്നൽ യോനയ്ക്ക്. ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, അങ്ങനൊന്നും എന്നെ അങ്ങ് തള്ളിക്കളയത്തില്ല, അങ്ങനൊന്നും തള്ളിക്കളയത്തില്ല. ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ദൈവം അങ്ങ് വിട്ടുകളയും എന്ന് പറഞ്ഞാൽ, ദൈവം ഞാൻ ഈ ചെയ്യുന്നത് വിഡിത്തമാണെങ്കിലും അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ദൈവം ചെയ്യുകയില്ല. ദൈവം സ്റ്റിൽ എൻ്റെ വശത്ത് തന്നെ ആയിരിക്കുമെന്നുള്ള തോന്നൽ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മിഥ്യാധാരണ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഇതൊന്നും കർത്താവ് കാണുന്നില്ല, ഇതൊന്നും കേൾക്കുന്നില്ല, ഇതൊന്നും കർത്താവ് മൈൻഡ്. ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം,
ഈ പ്രപഞ്ചത്തെ എല്ലാം കൺട്രോൾ ചെയ്യണം, രാത്രി ഉണ്ടാക്കണം, പകലുണ്ടാക്കണം, വെള്ളത്തെ കൺട്രോൾ ചെയ്തെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇത്തിരി പോന്ന എൻ്റെ അടുത്ത് വന്ന് ഞാൻ എന്താ ചിന്തിച്ചേ, ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ ഇന്ന് എവിടാ പോയത്, ഞാൻ ഇന്നെന്താ ചിന്തിച്ചെന്ന് ദൈവത്തിന് നോക്കാൻ എവിടാ സമയം? ഈ ചോദ്യം ഒരു മിഥ്യാധാരണയാണ്, മിഥ്യാധാരണ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമി പോട്ടെ, ഈ പ്രപഞ്ചം, ഇനി അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിന് എന്നെ നോക്കാൻ സമയമില്ല, എൻ്റെ കാര്യം ചിന്തിക്കാൻ സമയമില്ല. അല്ല, സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവൻ എന്നെ വിചാരിക്കുന്ന ദൈവമാ. എന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതാണ്ട് 640 630 കോടി മനുഷ്യന്മാരുണ്ടെങ്കിൽ അത്രയും പേരുടെ അടുക്കൽ എൻ്റെ ദൈവമുണ്ട്. അത്രയും പേരുടെ അടുക്കൽ ദൈവം. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത് മുമ്പ് നാം കേട്ടു. ആ മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് അവിടെയും നീയുണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയുമുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എവിടെ ചെന്നാലും അവിടെയുമുണ്ട്. ഇനി അങ്ങ് മുകളിലോട്ട് ചെന്നാൽ അവിടെയുമുണ്ട്. അപ്പോൾ ദൈവത്തെ മറച്ചു നിൽക്കാനായിട്ട് കഴിയുകയില്ല. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും നിലവുകൾക്ക് തൊട്ട് ചേർന്ന് എൻ്റെ കർത്താവുണ്ട്. അവൻ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ്. പക്ഷേ അതേ സമയം എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ന്യായം വിധിക്കുന്നവനും ഞാൻ ചെയ്യുന്നത് കാണുന്നതും ഞാൻ പോകുന്നത് അറിയുന്നതും എന്നെ ന്യായം വിധിക്കാനായിട്ട് സകലതും സംഗ്രഹിച്ചു വെക്കുന്നതുമായ ഒരു ദൈവമാണ് എന്ന് യോനയുടെ പുസ്തകത്തിലൂടെ മനസ്സിലായി. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അതാണ് ചിന്തിച്ചത്. പിന്നെ ഇപ്പോൾ നിനവേലേക്ക് ചെന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കുറച്ചൊക്കെ കഴിഞ്ഞ് പരുവം പോലെ എപ്പോഴെങ്കിലുമൊക്കെ പോകാം. ദൈവം പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നല്ലൊരു വണ്ടി കിടക്കുന്നു, തർസീസിലേക്ക് പോകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിനവേ എന്ന് പറയുന്നത് വലിയ ദൂരമില്ലാത്തൊരു പട്ടണം, തർസീസ് എന്ന് പറയുന്നത് വളരെ ദൂരമുള്ളൊരു സ്ഥലം. വേറൊരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ മേഖലയിൽ നിന്നും വളരെ ദൂരേക്ക് ഓടിപ്പോകുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളെ ഓടിക്കും വടിയെടുത്തോണ്ട്. അമ്മമാരല്ലേ, പ്രായമുള്ളതല്ലേ, കാലും കൈയും വയ്യ. പിള്ളേർ വേണമെങ്കിൽ 6 കിലോമീറ്റർ ഓടിയിട്ട് വേണമെങ്കിൽ പിന്നെയും 10 ഓടും. അമ്മമാർക്ക് വയ്യ. അവർക്കറിയാം അമ്മ കൂടെ ഓടിയാൽ ഇത്രയ്ക്ക് ഓടും. നേരെ മുറ്റത്തോട്ട് ഓടും. മുറ്റത്ത് പറ്റത്തില്ലെങ്കിൽ റോഡയിലോടും. റോഡേ കയറുമ്പോൾ അമ്മമാരെന്തു ചെയ്യും? നിൽക്കും. കാരണം അവൻ പോയി, കൈവിട്ടു പോയി. എന്നിട്ട് അമ്മമാർ അവസാനം ഒരു വസ്തുത ഇങ്ങനെ പറയും. എന്ത് പറയും? നീ എവിടെ ഓടിയാലും നീ ഇവിടെ തന്നെ. യോന ഓടി, പട്ടണം വിട്ടോടി, കര വിട്ടോടി. ദൈവം വെയിറ്റ് ചെയ്ത്, നീ എവിടെ ഓടിയാലും നീ എൻ്റെ അടുക്കൽ തന്നെ നീ മടങ്ങി വരും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ ചിന്ത അതായിരുന്നു. 2, ശരിയായ നിലയിലുള്ള ഒരു ആത്മീയമായ കാഴ്ചപ്പാടും ഒരു കരുണയും അവനില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിനവേ ദൈവം ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ത് ചെയ്യണം? അയ്യോ ദൈവമേ, ന്യായം വിധിക്കരുത്, ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കാമോ? ചെയ്യാം. എന്നാൽ പോലും നീ ആ ദേശത്തെ ന്യായം വിധിക്കരുത് എന്ന് പറയുന്ന ഒരു കരുണയും ഒരു സമർപ്പണവും അവന് ഇല്ലായിരുന്നു. മോശയെക്കുറിച്ച് വായിക്കുന്നു. ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സന്നിധിയിൽ പർവ്വതത്തിന് മുകളിൽ ചെന്നിട്ട് മുട്ടിന്മേൽ വീണിട്ട് പറഞ്ഞു, ദൈവമേ, ഇസ്രായേൽ ജനത്തെ നീ ന്യായം വിധിക്കരുത്. എനിക്കറിയാം അങ്ങ് ഇസ്രായേലിനെ ന്യായം വിധിച്ചാൽ ഈ 6 ലക്ഷമല്ല, ഈ 12 ലക്ഷമല്ല, ഈ പറയുന്ന ഒരു മനുഷ്യനോടെ ബാക്കി ഉണ്ടാവില്ല. അങ്ങയുടെ ശിക്ഷാവിധിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം ന്യായം വിധിക്കരുത്. അല്ല, ഇനി നിനക്ക് ന്യായം വിധിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? എൻ്റെ പേര് ആ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞേരെ എന്ന് പറഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ച നരകത്തിൽ ഇട്ടാലും വേണ്ടുകല്ല, ദൈവത്തിൻ്റെ ജനത്തെ ന്യായം വിധിക്കരുത്. അതാണ് ശരിയായൊരു കാഴ്ചപ്പാട്. അതായിരുന്നു യോനയ്ക്കിവിടെ അനിവാര്യം. പക്ഷെ യോന ചിന്തിച്ചത് ന്യായം വിധിക്കട്ടെ, അനുഭവിക്കട്ടെ, അത് കാണാനൊരു സന്തോഷം. അവൻ വേറൊരു സ്ഥലത്തേക്ക് വിട്ടുപോയി. 3, യോനയുടെ ലൈഫിലൊക്കെ നിങ്ങൾ നോക്കുക, എപ്പോഴും അവൻ്റെ വാക്കുകളിൽ ഒരു പരാതിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലല്ലോ, ഞാൻ ഇഷ്ടം പോലെ ചെയ്തില്ലല്ലോ, എനിക്ക് നല്ലൊരു വീട് കിട്ടിയില്ലല്ലോ, ഒരു മരം വന്നിട്ട് അത് ഉണങ്ങിപ്പോയല്ലോ, അപ്പം ഞാൻ പറയുന്ന പോലെ ഒരു പരാതി. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായിട്ട് നിശബ്ദമായി അംഗീകരിച്ച് ചെയ്യുക എന്നുള്ളതല്ല, തിരിച്ച് ചോദ്യം ചെയ്യുക, തിരിച്ചങ്ങോട്ട് പരാതി പറയാം. അതങ്ങനെ ഒരു സ്വഭാവം ആ ലൈഫിലൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴറിയാം. ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായവും ദൈവത്തിൻ്റെ ഇഷ്ടവും സ്വയ താല്പര്യവും അംഗീകരിച്ച്, ഇനി എൻ്റെ ശരീരം വയ്യായെങ്കിൽ പോലും, എനിക്കാവില്ല എങ്കിൽ പോലും ദൈവമാണ് ഇത് പറഞ്ഞത് മനസ്സിലാക്കി
അതിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അതനുസരിക്കാനുള്ള മനസ്സിന് പകരം, കർത്താവേ കാര്യമൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ സ്ഥിതി ഉണ്ടല്ലോ, എനിക്കിങ്ങനെ മൈനസുകളുണ്ട് 1, 2, 3, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അങ്ങ് പറഞ്ഞത് അത്ര ഇങ്ങോട്ട് പറ്റുകയില്ല, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് കേട്ടാട്ടെ. ലോത്തിനോട് പറഞ്ഞു, ദാണ്ട ഇന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകണം. ലോത്ത് എന്തോ മറുപടി പറഞ്ഞു? എനിക്ക് പറ്റുകയില്ല, ഞാനണ്ട ആ മലയുടെ മുകളിൽ വരെ ഓടിപ്പോകാം, അവിടെ ഒരു ഗുഹയുണ്ട്, ഞാൻ അവിടെ പോകാം. ലോത്തിനോട് എവിടെ പറഞ്ഞേ? നീ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ ആ ഗുഹ കണ്ടു, ആ ഗുഹയിലാണ് അവൻ്റെ ലൈഫ് തകർന്നു പോയത്. മോശയോട് പറഞ്ഞു, നീ പോ, ഞാൻ നിന്റെ നാവോടുകൂടെ ഇരിക്കും. അയ്യോ, ഞാൻ ഈ വിക്കുള്ള നാവുകൊണ്ട് അവിടെ ചെന്ന് എന്ത് പറയാനാ? അതും ഒരു രാജാവിൻ്റെ മുമ്പിൽ വിക്കി ഇരുന്ന് അയാൾക്ക് ദേഷ്യം വരും, ചിലപ്പോൾ വാളെടുത്തൊന്ന് വീശും, അതോടെ തീരും. മോശയുടെ ചിന്ത എന്താണെന്നറിയോ? മാനുഷികമായ വശം. അവൻ വെട്ടും, എന്നെ കൊല്ലും, എൻ്റെ നാക്ക്, എൻ്റെ കഴിവില്ലായ്മ, എൻ്റെ മൈനസ്, എനിക്ക് അവിടെ ചെന്നത് പറയുമ്പോൾ ഒന്നാമതേ രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പം കാലും കൈയും വിറയ്ക്കും, ഉള്ള വായിലെ നാക്കൂടെ പോവും. അപ്പോൾ ഈ വിക്കൂടെ വരുമ്പോൾ കർത്താവ് പറ്റുകയില്ല, അതൊരു കാര്യം ചെയ്യും. കർത്താവ് പറഞ്ഞു, നീ പോ, നിന്റെ നാവിനോടുകൂടെ. അയ്യോ, അത് കേട്ടില്ല, അതങ്ങോട്ട് നിന്റെ നാവിനോടുകൂടെ ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം നീ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ, സ്തോത്രം, നീ അല്ല അവിടെ സംസാരിക്കുന്നത്, മറിച്ച് ഞാനായിരിക്കും. അതവൻ കേട്ടില്ല. അവൻ അവസാനം പറഞ്ഞു, ഇനിയിപ്പം സഹോദരനോടുള്ള സ്നേഹം കൊണ്ടാണോ, ഇനി അവനെ വിടാൻ പറ്റത്തില്ല, അടിപിടി മേടും നടക്കും, ഇനി അതുകൊണ്ടാണോ? കർത്താവെ, അഹരോനെ കൂടെ വിട്ടാട്ടെ. ഇവനൊറ്റൊരുത്തനാണ് ആ പർവ്വതത്തിൻ്റെ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ ഇസ്രായേൽ ജനത്തിന് മുന്നണിയിൽ നിന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, കർത്താവെ അങ്ങ് പറഞ്ഞതാ ശരി, കാര്യം എനിക്ക് വിക്കുണ്ടെങ്കിലും എൻ്റെ നാവോടുകൂടി ഉണ്ടല്ലോ, മതി, ഞാൻ പൊക്കോളാം. അല്ല, ഒരു തെരഞ്ഞെടുപ്പ്, മാനുഷികമായൊരു തെരഞ്ഞെടുപ്പ്. യോനെ അത് ചെയ്തു. തൻ്റെ സ്വയത്തിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് വരുത്തി വെച്ച വെന എത്രത്തോളം ശക്തമായിരുന്നു. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഈ 66 പുസ്തകത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തൊരു സംഭവം. ഒരു മീൻ ഇദ്ദേഹത്തെ 3 ദിവസം വയറ്റിൽ വഹിച്ചുകൊണ്ട് പോകും. ഇവൻ എങ്ങനെ ശ്വസിച്ചുവെന്നോ, ഇവൻ എന്ത് കഴിച്ചെന്നോ, കിടക്കുമായിരുന്നോ, ഇരിക്കുമായിരുന്നോ, ഒന്നും അറിയില്ല. സ്വാഭാവികമായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും, എന്നാൽ മരിച്ചോ അതുമില്ല. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വസ്തുത. ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ചു, ദൈവവചനത്തിൻ്റെ വസ്തുതകളെ പഠിച്ച് അത് കാനോനികമായി അംഗീകരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചിരുന്ന അനേക കാര്യങ്ങളിൽ ഒന്ന് ഈ ഊമക്കഥകളും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി ഉണ്ടായിരുന്നു. ഒരു കഥ എഴുതി വെച്ചു, മീൻ ഒരുവനെ വിഴുങ്ങി 3 രാത്രിയും 3 പകലും ഉള്ളിലുണ്ടായിരുന്നു. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് മീൻ ഛർദ്ദിച്ചിട്ടു, അവൻ ജീവിച്ചെഴുന്നേറ്റ് പോയി. ആഹാ, ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതുകൊണ്ട് ഇങ്ങനെയുള്ള അവിശ്വസനീയമായ കാര്യങ്ങളൊക്കെ അത് ദൈവമാണെങ്കിൽ അംഗീകരിക്കാം, ദൈവമാണ് വയറ്റിൽ ചെന്ന് പോകുന്നെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ ഇതൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എത്രത്തോളം യോനയുടെ പുസ്തകം ഒരു അംഗീകരിക്കപ്പെടുന്നൊരു പുസ്തകമാകും. എന്നാൽ ദൈവമാണ് കൂട്ടിച്ചേർത്ത് നമുക്കറിയാം. അതിലൂടെ ദൈവം ഒരു വ്യവസ്ഥ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭയാനകത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ദൈവം അവിടെ വെച്ചു. യോനയുടെ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിലും ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്കറിയാം 3 ദിവസം യോനയുടെ ജീവിതത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ചു. പലപ്പോഴും നമ്മൾ പറയും യോനയുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ഇല്ല, ചുമ്മാതാ. ആ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ പറയും, അയ്യോ ദൈവത്തിന് സ്തോത്രം. ആ ചൂടൊന്ന് പറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെയും വഴക്ക്, ആവണക്കിൻ്റെ പേരിൽ. ജനം നശിച്ചു പോകുന്നതിലല്ല, അവനൊരു മൂലയ്ക്ക് മാറി കുടിൽ കെട്ടി കാത്തിരിക്കുക, ദൈവം ഈ ദേശത്തെ ന്യായം വിധിക്കുന്നത് കാണാൻ. നീ എന്തിനാ പോയവിടെ? ന്യായം വിധിക്കരുത് എന്നതിന് വേണ്ടി പ്രസംഗിക്കാൻ. എന്നിട്ട് അതേ വ്യക്തി ഇപ്പുറത്ത് മാറിയിരുന്നിട്ട് ന്യായം വിധിക്കുന്നത് കാണാനെ കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഭക്ഷണം കഴിച്ചില്ലേലും വേണ്ടുകല, കുളിച്ചില്ലേലും വേണ്ടുകല, എന്തോ സംഭവിക്കുന്നതെന്ന് കാണട്ടെ. അപ്പോഴൊരാവണക്ക് വരുന്നു, അതിൻ്റെ പേര് വഴക്ക്. ഞാൻ ചോദിക്കട്ടെ, യോന നന്നായോ? ഇല്ല. പിന്നെയും അവൻ്റെ ജഡത്തിൽ അവൻ ആശ്രയിച്ചു പോകുകയാണ്. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ യോനയുടെ ദാരുണമായ മരണവും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ യോന ദൈവത്തിൽ വിശ്വസിച്ചു, ആശ്രയിച്ചു ഒക്കെ ശരിയാണെങ്കിലും അല്പമായ വഴിയിൽ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ സ്വയത്തിലും സ്വന്തം ചിന്താഗതികളിലും സ്വയ തീരുമാനങ്ങളിലും വിശ്വസിച്ച് തൽക്കാലം ദൈവത്തെ പലപ്പോഴും മാറ്റിവെച്ച്
ദൈവ ആലോചനയ്ക്ക് വിരുദ്ധമായി നിന്നപ്പോൾ ദൈവം അവനെയും നശിപ്പിച്ചു. ഞാൻ ഇനിയും നഹൂമിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ ദേശത്തോട് എന്താ ചെയ്തത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 3 അധ്യായങ്ങളാണ് നഹൂമിൻ്റെ പുസ്തകത്തിലുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് 750 ഹെക്ടർ പ്രദേശം, അത്യാവശ്യം വെള്ളവും നല്ല ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശം, എല്ലാ നിലയിലും ഉയർച്ചയും അഭിമാനവുമുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തോടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അവിടെ ഒരു രാജാവുണ്ട്, പ്രജകളുണ്ട്, കൊട്ടാരമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ധാരാളം മൃഗസമ്പത്തും കാര്യങ്ങളുമുണ്ട്. പക്ഷേ ജനം വഴിവിട്ട് നടക്കുന്നു. അതെന്തൊക്കെയാണെന്ന് വിവരിക്കാൻ നമുക്ക് സമയമില്ല. നഹൂമിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം ഏതൊക്കെ മേഖലകളിൽ. ചുരുക്കം പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിപരമായ ആ വിശ്വസ്തതയിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ശരീരവിശുദ്ധിയിൽ, കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള വിശുദ്ധിയിൽ, മക്കളുടെ കാര്യത്തിൽ, ആത്മീയമായ കാര്യത്തിൽ, ജഡീകമായ കാര്യത്തിലൊക്കെ ക്രമേണ ഇവർ വഴിവിട്ടു പോയി. ഓർക്കുക, യോനയുടെ കാലഘട്ടങ്ങളിൽ അവിടെ വായിക്കുന്നത് മൃഗങ്ങൾ പോലും രട്ടുടുത്ത് ഉപവസിച്ച് ദൈവത്തോട് മൃഗങ്ങൾ പോലും പറഞ്ഞു ദൈവത്തോട്, അവരെയും കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞു. അവർക്ക് തന്നെ മനസ്സിലായി ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നു. മാനസാന്തരപ്പെട്ട് ദൈവം ആ ന്യായവിധി തൽക്കാലം മാറ്റിവെച്ചില്ല, ഒന്ന് പോസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇവരെങ്ങനെ മാനസാന്തരപ്പെട്ടു, എങ്ങനെ, എവിടെ വരെ, എത്രത്തോളം. യോന ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്നു. നിനവെ മാനസാന്തരപ്പെട്ടു, നല്ല അനുഭവത്തിലായി. ദൈവത്തിൻ്റെ ശിക്ഷാവിധി തൽക്കാലം ദൈവം ഒന്ന് മാറ്റിവെച്ചു. കാലം കുറേ കൂടെ മുമ്പോട്ട് പോയി. നഹൂം എഴുതുമ്പോൾ ഈ ശിക്ഷാവിധി എല്ലാം കഴിഞ്ഞിട്ടാണ് നഹൂം എഴുതുന്നത്. നഹൂം എഴുതുമ്പോൾ ഈ 3 അധ്യായങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കുക എത്രമാത്രം ശക്തിയുള്ള ന്യായവിധി ദൈവം അവിടെ ചെയ്തു. ചില കാര്യങ്ങൾ ഓടിച്ചു പോകട്ടെ. 1-ാം അധ്യായത്തിൽ ന്യായം വിധിക്കുന്ന ദൈവം ആര് എന്നവിടെ വെളിപ്പെടുത്തുക. ഓടിച്ചു പോകാം. 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവൻ തീഷ്ണതയുള്ള ദൈവമാണ്, പ്രതികാരമുള്ള ദൈവമാണ്. അതിനോട് ചേർന്ന് പറയുന്നു എന്നാൽ ദീർഘക്ഷമയുള്ള ദൈവമാണ്, മഹാശക്തിയുള്ള ദൈവമാണ്, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും പ്രവർത്തിക്കും, സമുദ്രത്തെ വറ്റിക്കുന്നവനും നദികളെ നശിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവനുമാണ്. പർവ്വതങ്ങൾ അവൻ്റെ മുമ്പിൽ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകുന്നു, ഭൂമി ഞെട്ടുന്നു. അവൻ്റെ ക്രോധം, ഉഗ്രകോപത്തെക്കുറിച്ച് 6-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ 7-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും ന്യായവിധിയെക്കുറിച്ച് എഴുതുമ്പോൾ 7-ാം വാക്യം, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അയ്യോ, ഈ വാക്യം വേറെ എവിടെയെങ്കിലും എഴുതാനുള്ളത് മാറിപ്പോയതാണോ? ഇവിടെ എഴുതേണ്ടത് ദൈവത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചല്ല എഴുതേണ്ടത്. അതിനിടയിൽ ഈ നല്ലൊരു കാര്യം എഴുതി വെച്ച് എന്തിനാ? ദൈവം ശിക്ഷിക്കുമെന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഈ വചനം നഹൂമിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇന്നത് ചെയ്യും, നീ എഴുതിക്കോ. എഴുതി വരുമ്പോൾ ദൈവത്തിനൊരു ചിന്ത, മനുഷ്യരെ ഇത്രയും പേടിപ്പിക്കണോ? കാര്യം ശരിയാണെങ്കിലും ഒന്നുകൂടെ എഴുതിയേര് ഒരു പോസിറ്റീവായി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയൊക്കെ ആണെങ്കിലും ദൈവം നല്ലവൻ, ഇത്രയൊക്കെ ആണെങ്കിലും അവൻ കഷ്ട ദിവസങ്ങളിൽ ശരണമാണ്, ഇത്രയൊക്കെ ആണെങ്കിലും തന്നിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അവരെ ഞാൻ അറിയും. ഇതെന്താ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ 1 മുതൽ 6 വാക്യങ്ങൾ വരെ ദൈവത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് താഴോട്ട് പിന്നെ വായിക്കുന്നുണ്ട്. അതെല്ലാം എഴുതി വന്നിട്ട് ജനത്തോട് പറയാം, ദൈവജനമേ, നിനവേ, ഇനി ന്യായവിധിയാണ്. നഹൂമിൻ്റെ പുസ്തകത്തിൽ അവരെ രക്ഷിക്കുന്നില്ല, നശിപ്പിച്ച് നാശമാക്കി കളയുക. പക്ഷേ ഒരു കാര്യം അവരോട് പറയണം, ഞാനിങ്ങനത് മാറ്റി പറയാം, ഒന്ന് തിരുത്തി പറയട്ടെ. യഹോവ നിങ്ങൾക്ക് നല്ലവനായിരുന്നു, യഹോവ നിങ്ങൾക്ക് കഷ്ടദിവസത്തിൽ ശരണമായിരുന്നു, യഹോവ തന്നോട് ആശ്രയിക്കുന്നവരെ രക്ഷിക്കുവാൻ മതിയായ ദൈവമായിരുന്നു. പക്ഷേ നിങ്ങളോ അത് ചെയ്തില്ല. ഈ നല്ലവനായ ദൈവത്തെ സ്വീകരിക്കേണ്ടതുപോലെ നിങ്ങൾ സ്വീകരിച്ചില്ല. ഞാനൊരു ദൂത് ഇവിടെ നിന്ന് ഇങ്ങനെ പറയട്ടെ. ഒരു ദൈവദാസൻ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ കാലിന് ഒടിവ് സംഭവിച്ച് കുറേ നാളുകൾ കൊണ്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് അനങ്ങാതെ കട്ടിലേക്ക് കിടന്നവൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പെരയ്ക്കകത്തോട്ട് കയറി 4 തുള്ളലും ചാട്ടലും ഓട്ടവും ചാട്ടവും ഒക്കെ. ദൈവദാസൻ ചോദിച്ചു, നീ എന്തിനാ കിടന്ന് തുള്ളുന്നത്? കാലിന് സൗഖ്യമായില്ല, ഇനിയിപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അവൻ മറുപടി പറഞ്ഞു, പാസ്റ്ററേ, കാലിന് സൗഖ്യം കിട്ടിയത് എനിക്കാ, പാസ്റ്ററിനല്ല. എനിക്ക് സൗഖ്യം കിട്ടുമ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ ചില മാസങ്ങൾ ഇതും കെട്ടിപ്പറക്കി അനങ്ങാതെ മിണ്ടാതെ ഇവിടെ ഇരുന്ന കഷ്ടത എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ആ ബാധ്യതകൾ, കെട്ടുകളൊക്കെ മാറി എനിക്ക് കാലിന് സൗഖ്യം കിട്ടിയപ്പോൾ ഞാൻ തുള്ളാതെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും?
ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കൃപയുള്ള ഒരു ദൈവ പൈതൽ, ദൈവം നല്ലവനാണെന്ന് മനസ്സിലാക്കിയിട്ട്, ദൈവം കഷ്ടദിവസത്തിൽ നിനക്ക് ശരണമാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഒരു കൃപയുള്ളവൻ എന്തു ചെയ്യും? അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലും. കണ്ണ് കാണാൻ വയ്യാത്ത ഒരുവൻ വഴിയിലിരുന്ന് ചോദിച്ചു, എന്താ ഇവിടെ തിരക്ക്? ആരോ ഒരുത്തൻ പറഞ്ഞു, നസ്രായനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. അയ്യോ, എന്നാ പിന്നെ പോട്ടെ, നമ്മൾ അതുവരെ മിണ്ടാതിരിക്കുക, പോട്ടെ. ഇപ്പം ആരും കൈനീട്ടി ആരും തരികയല്ല. അവൻ എന്തു ചെയ്തു? യേശുവേ, ദാവീദ് പുത്ര, അവൻ ഉറക്കം നിലവിളിച്ചു. അവൻ അറിയാം, ഈ നിലവിളി കേൾക്കേണ്ടവൻ കേൾക്കും. ഉറക്കം നിലവിളിച്ചാൽ കേൾക്കേണ്ടവൻ എൻ്റെ നിലവിളി കേൾക്കുമെന്ന് അറിയാമായിരുന്നു. നിനവയോട് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ദൈവദാസനെ അയച്ചു. അവൻ പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, കർത്താവിൻ്റെ മേശയിൽ പങ്കുള്ളവരാ. പക്ഷേ ഈ നല്ലവനായ ദൈവത്തെ നിന്റെ ജീവിതത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ, നിന്റെ അഭിവൃദ്ധിയുടെ മുമ്പിൽ, നിന്റെ മക്കളുടെ ഉയർച്ചയ്ക്ക് മുമ്പിൽ നല്ലവനായ ദൈവത്തെ നീ മറന്നുപോയി. ശൗലിനോട് പറയുന്നുണ്ട്, വെറുതെ നീവിച്ച നിന്നെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജാവാക്കി, എല്ലാ ഉയർച്ചയും നിനക്ക് തന്നു, എല്ലാ മഹത്വവും നിനക്ക് തന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. പക്ഷെ നീ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, നീ ചെയ്യാൻ അവകാശമില്ലാത്തത്. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന മൈനസ്? ഈ നല്ലവനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ മറന്നുപോയിട്ടുണ്ടോ? കഷ്ടദിവസത്തിൽ ശരണമായ ദൈവത്തെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടോ? തങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തെ മറന്നുപോയോ? തീർന്നില്ല, ആ ഒരു വലിയ വസ്തുത കൂടെ എഴുതി. പിന്നെയും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് എഴുതുകയാണ്. ശത്രുക്കളെ അന്ധകാരത്തിൽ പിന്തുടരും, താഴ്ത്തുന്നവൻ അവരുടെ നേരെ. 2-ാം അധ്യായം 13-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 2:13. ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ രഥങ്ങളെ ചുട്ടുകളയും. അതിൻ്റെ മറ്റൊരു ഭാഷാന്തരം, ഞാൻ മാത്രം നിന്റെ നേരെ നിൽക്കും. നമ്മളൊക്കെ ചോദിക്കുമല്ലോ, ആരടാ എൻ്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമുള്ളവൻ? കർത്താവ് പറയും, ഞാൻ നിൽക്കും നിന്റെ മുമ്പിൽ. നിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കും. ഞാൻ നിന്നോട് ചോദിക്കും, നിന്റെ രഥങ്ങളെ ഞാൻ നശിപ്പിക്കും. ഇനി ചുരുക്കമായിട്ട് ഞാൻ ഇങ്ങനെ പറയാം, നിനക്കുള്ളതിനെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, തലമുറകളെ നശിപ്പിക്കും. അവിടെ ഒരു പുറം ഭാഗം മുതലാണ് മുമ്പോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ പട്ടണത്തിൻ്റെ മതിലുകളെ, പുറം മതിലെ ഞാൻ നശിപ്പിക്കും, പട്ടണത്തിൻ്റെ മതിൽ. ഇനി അതിനകത്തുള്ള ചെറിയ ഗേറ്റുകൾ അത് ഞാൻ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങ് പുറത്തൂന്ന് അകത്തോട്ട് കയറി വരിക. അപ്പോൾ പുറത്തെ മതിൽ നശിപ്പിക്കുമ്പോൾ ഇതിന് ഉള്ളിലുള്ള വീട്ടുകാർ സുഖമായിട്ട് കിടന്നുറങ്ങുക, അവരൊന്നും അറിയുന്നില്ല. ദൈവം അവിടെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. പതിയെ പതിയെ നാശം നിന്റെ അകത്തേക്ക് 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 ഒടുവിൽ നിന്റെ വീടിന് മുമ്പിലെത്തും. നിന്റെ വീടും ഞാൻ തകർക്കും. നിങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്, നിങ്ങൾ ആ നഹൂമിൻ്റെ പുസ്തകം വായിച്ചു നോക്കുക, ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെല്ലുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല. നിങ്ങളുടെ തലമുറകളെ ഞാൻ നശിപ്പിക്കും. ഓരോ വസ്തുത വായിക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. അതുപോലെ ദൈവം ന്യായം വിധിക്കും. 2-ാം അധ്യായം 13-ാം വാക്യം നോക്കുക. ഞാൻ നിന്റെ നേരെ വരും, ഞാൻ അതിൻ്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിനിരയായിത്തീരും. അവിടെ ബാലസിംഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ നിനവേ പട്ടണത്തിന് സ്പെഷ്യൽ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കത്തക്ക കഴിവും പ്രാപ്തിയുമുള്ള റോറിംഗ് ലയൺസ് എന്ന് വിളിക്കുന്നതിന്. ചോദിക്കുക, എന്തിയെ നിന്റെ ബാലസിംഹം? നീ സ്പെഷ്യൽ കഴിവും പ്രാപ്തിയും പഠിപ്പീരൊക്കെ കൊടുത്ത് സൂക്ഷിച്ച നിന്റെ ലയൺസ് എവിടെ? അവരാരും എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല. ഇനിയും ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിനക്കുള്ളത് മുഴുവൻ ഞാൻ ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയില്ല. നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം. ഞാനിങ്ങനെ പറയട്ടെ, ഈ നിനവയിൽ കാലത്തിൻ്റെ തികവിൽ അസ്നത്ത്, അസ്തരോത്ത് പോലെയുള്ള ചില ദേവിമാരുടെ കേന്ദ്രമായ പ്രദേശങ്ങൾ തീർന്നു. ജീവനുള്ള ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാതെ ദേവിമാരുടെ ഒരു കേന്ദ്രമായിട്ട് ഈ 750 സ്ക്വയർ ഫീറ്റ് ആയി തീർന്നു. ചോദിക്കുക, നിന്റെ ദേവിമാരെവിടെ? നീ വിശ്വസിച്ചവരെവിടെ? ഞാൻ നിന്റെ നേരെ വരാൻ പോകുക. 2-ാം അധ്യായം. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷാന്തരം, രക്തച്ചൊരിച്ചിലിൻ്റെ പട്ടണത്തിന് എന്ന് പറഞ്ഞാൽ, മിസ്രൈമിൽ പണ്ട് ന്യായം വിധിച്ച് ദൈവം രക്തച്ചൊരിച്ചിൽ നടത്തിയതുപോലെ ഒരു സൈഡിൽ നിന്ന് ദൈവം നിനവെ വെട്ടി 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 നശിപ്പിച്ച് നശിപ്പിച്ച് മുന്നേറുമ്പോൾ ചോദിക്കുക, അയ്യോ രക്തം ചിന്തുന്ന പട്ടണമേ, നിനക്ക് അയ്യോ കഷ്ടം. ഞാൻ ഇങ്ങനെ ഒരു വസ്തുത കൂടെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിനവയ്ക്ക് ഇത് സംഭവിക്കുമ്പോൾ
ചില ഭാഗത്ത് ഞാനിങ്ങനെ വായിക്കാനിടയായി, ചുറ്റുമുള്ള പട്ടണങ്ങൾ അവർ ദൈവത്തിൻ്റെ പട്ടണത്തിലേക്ക് ഓടി. നിനവേ ദൈവം ഇങ്ങനെ ന്യായം വിധിച്ചെങ്കിൽ നാളെ ഞങ്ങളെയും. ഈ വസ്തുത ഇന്ന് രാത്രി ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക്? ചില പട്ടണങ്ങൾ ഇന്ന് ഉന്മൂലനാശപ്പെട്ടിരിക്കുക. ഇന്ന് നിനവേ ഇല്ല. ഇറാഖിൻ്റെ ഒരു സൗത്തേൺ കോർണറാണ് ഇന്നത്തെ നിനവേ. പക്ഷെ അങ്ങനെ പട്ടണമില്ല. ഇറാഖ് നമുക്കറിയാം. ദൈവത്തിൻ്റെ വലിയ ന്യായവിധിക്ക് നിനവേ അർഹമായി തീർന്നു. നിങ്ങൾ അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ ശക്തമായ ന്യായവിധി 3-4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ന്യായമായി നിന്നെ ഞാൻ ലജ്ജിപ്പിക്കും. പിന്നെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അമേധ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാവിഷയമാക്കും. എത്രത്തോളം നിന്നെ താഴ്ത്താമോ. 7-ാം വാക്യം, അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടും. പണ്ടങ്ങനെ അല്ലായിരുന്നു. നിന്നെ കാണുന്നവർ വരുമായിരുന്നു, സഖ്യത്യത്തിന് വരും. എന്നാൽ ഇനിയും നിങ്ങളെ കാണുന്നവർ ഓടും. കാരണം അമേധ്യം നിന്റെ മേൽ ഞാൻ എറിയും. നിന്റെ വസ്ത്രത്തെ മുഖത്തോളം ഞാൻ പൊക്കും. നിന്നെ ലജ്ജിപ്പിക്കും. നിന്നെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭയാനകത നിങ്ങൾ കാണുക. ഈ ദൈവത്തെക്കുറിച്ച് ആദ്യം എഴുതിയത് അവൻ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. ഞാനിങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കുക. ദൈവം ന്യായവിധി ആരംഭിച്ചാൽ നമുക്കാർക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ദൈവം ആ ദേശത്തെ ന്യായം വിധിക്കും. ഏതാണ്ട് BC 612 ബാബിലോൺ നിനവെ ആക്രമിക്കുകയും പുതിയ നിയമത്തിൽ വായിച്ചതുപോലെ ഓരോ കല്ലുപോലും ഇല്ലാത്ത നിലയിൽ ആ നിനവെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. നിനവേലെ ഒരു മനുഷ്യനെ പോലും ജനം ബാക്കി വെച്ചില്ല. കുഞ്ഞുകുട്ടി ആബാലവൃത്തം അവരെ കൊന്നുകളഞ്ഞു. എന്ന് പറഞ്ഞാൽ 612 കാലഘട്ടത്തിന് ശേഷം നിനവയുടെ പട്ടണവും മെസൊപ്പൊട്ടേമിയൻ പട്ടണത്തിലേക്ക് കൂട്ടിച്ചേർത്തു. പിന്നെ നിനവയില്ല. പിന്നെ ചരിത്രം പറയും, ഇവിടെ ഇങ്ങനെ ഒരു പട്ടണം ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ഉയർച്ചയുണ്ടായിരുന്നു, ഇവിടെ ഒരു രാജാവുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളത്തെ തലമുറ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മെ നോക്കി പറയാതിരിക്കട്ടെ. ഒരു പിതാവെന്നുള്ള നിലയിൽ, ഒരു മാതാവെന്നുള്ള നിലയിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും കൊടുക്കേണ്ടുന്നത് ദൈവവചനത്തിൻ്റെ ആത്മീയമായ മന്ന അവർക്ക് പകർന്നു കൊടുക്കണം. മക്കളെ, ഇത് ചെയ്യരുത്, ചെയ്താൽ നിന്നെ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ. അവർ പോകുന്ന വഴിയിൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടാനല്ല, അവരെ ശിക്ഷിച്ച് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കുടുംബം, അവർക്ക് വേണ്ടി കരയുന്ന ഒരു മാതാവും പിതാവും, അവർക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു കുടുംബം. അതാണ് ദൈവത്തിന് ആവശ്യം. അല്ല എങ്കിൽ ഒരു കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ആത്മീയമായി വളരെ ഉന്നതിയിൽ വന്നു എങ്കിൽ പോലും പൂർണ്ണമായി പിൽക്കാലത്ത് നശിപ്പിച്ചു കളഞ്ഞ നിനവയുടെ പട്ടണം പോലെ അല്ല. ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിച്ചൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവം യോനെ ശക്തമായിട്ട് ഉപയോഗിച്ചുവെങ്കിലും അവൻ്റെ വഴിതെറ്റലിന് മുമ്പിൽ അവനെ ന്യായമായി ശിക്ഷിച്ച, ഒടുവിൽ അവനെയും ദൈവം കൊന്നുകളഞ്ഞ ആ ന്യായവിധിയുടെ ചരിത്രമാണ് ദൈവവചനത്തിലൂടെ 2 പുസ്തകങ്ങളിലൂടെ നാം കണ്ടത്. അതിനു മുമ്പിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തലവണക്കി, കണ്ണുകൾ വണക്കി നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ കുടുംബം, എൻ്റെ ഭവനം, എൻ്റെ തലമുറ, അല്ലെങ്കിൽ എൻ്റെ സഭ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രദേശം, എൻ്റെ ദേശം ഈ നിലയിൽ ദൈവത്തിന് ന്യായവിധിക്ക് അർഹമായി തീരുവാൻ കർത്താവേ ഇടയാകരുത്. എൻ്റെ തലമുറയോളം അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. ഒരു തലമുറകൾ പോലും ആമേൻ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പിൽ വീണു പോകുവാനിടയാകരുത്. ഒരിക്കലും ഒരു മാതാവ് തൻ്റെ അനുസരണം കെട്ട മകൻ സമൂഹത്തിൽ ഒരു തെറ്റ് ചെയ്ത് ഓടി ഭവനത്തിൽ വന്നു. പുറകെ പോലീസുകാർ വന്നു. അവനെ മരണത്തോളം എത്തിക്കേണ്ടുന്ന ഒരു കുറ്റം, ഒരുപക്ഷെ അബദ്ധം സംഭവിച്ചതാകാം, മനഃപൂർവ്വമാകാം. അവൻ ഓടി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ മനസ്സിലായി സ്ഥിരമുള്ളതാ, എന്താണ്ട് മഹാ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ബദൽ നിൽക്കുന്നതെല്ലാം അമ്മയാണ്. പക്ഷെ അന്ന് അമ്മ പറഞ്ഞു, ഇന്നീ ഞാൻ നിൽക്കത്തില്ല മോനെ, ഞാൻ വഴക്കും ഉപദ്രവങ്ങളും അനുഭവിച്ച് മടുത്തു. പോലീസുകാർ വന്നു, എവിടെയാ അവൻ? അമ്മ പറഞ്ഞു, ഇവിടില്ല. പക്ഷേ അമ്മയെ അവർ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ മകൻ ഇറങ്ങി വന്നു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ പിടിച്ച് കൈവെങ്കിലും വെച്ച് കൊടിയിൽ പോകുമ്പോൾ അമ്മ ചോദിച്ചു, ഇവനെ എന്തിനു കൊണ്ടുപോവുക? ഇനി ഇവനെ തിരിച്ചു കിട്ടുമെന്ന് അമ്മ പ്രതീക്ഷിക്കേണ്ട, കാരണം അത്ര വലിയ തെറ്റിവനുണ്ട്. അമ്മ പെട്ടെന്ന് മടിയിലിരുന്ന താക്കോലെടുത്ത് ആ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ
നേതാക്കന്മാരോട് പറഞ്ഞു, സത്യത്തിൽ സാറന്മാരെ ആ പാപം അല്ലെങ്കിൽ ആ തെറ്റ് ഇവനല്ല ചെയ്തത്, ഞാനാ ചെയ്തത്. പറ്റുമെങ്കിൽ ആ ശിക്ഷാവിധി മുഴുവനും എനിക്ക് തന്ന ആ ശിക്ഷാവിധി മുമ്പിൽ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഇവനെ വെറുതെ വിട്ടേക്കുക. ഒരുപാട് പറഞ്ഞു, സംസാരിക്കാൻ സമയമില്ല. പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. അമ്മയെ കൈവിലങ്ങ് പിടിച്ച് ഒരു നായ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, വണ്ടി കയറ്റിക്കൊണ്ടുമ്പോൾ ഈ മകൻ ഇവിടെ വീണു. അവൻ നിലവിളിക്കാൻ തുടങ്ങി. അവൻ തന്നോട് തന്നെ അല്ല, ആരോടോ പറയുക, ഞാനായിരുന്നു പോകേണ്ടത്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ ചെയ്തു പോയി. പക്ഷേ ഇപ്പോൾ ആ ന്യായവിധിയുടെ മുമ്പിൽ നിന്ന് ആ മാതാവിന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. പക്ഷേ ആ മകൻ രക്ഷപ്പെട്ടു എന്ന് വരാം, അവൻ മാനസാന്തരപ്പെട്ടു എന്ന് വരാം, അവൻ നല്ലവനായി തീർന്നു എന്ന് വരാം. പക്ഷേ അവൻ്റെ അമ്മ പിന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കണ്ണടച്ച് കളഞ്ഞ് ഒരു വലിയ ശിക്ഷാവിധിക്ക്, ഒരു വലിയ ന്യായവിധിക്ക്, ഒരു വലിയ നഷ്ടത്തിന് നമ്മുടെ കുടുംബം ഇടയായി തീരാതിരിക്കേണ്ടതിന് ശ്രദ്ധയോടും വളരെ വിവേകത്തോടും ബുദ്ധിയോടും കൂടെ പെരുമാറുകയും കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുകയാണെന്ന് മനസ്സിലാക്കി ന്യായം വിധിക്കുന്നൊരു ദൈവം, പ്രതികാരം ചെയ്യുന്നൊരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഇന്ന് രാത്രിയിൽ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കുക. അദൃശ്യമായ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മനസ്സുണ്ടോ? അവൻ്റെ മുഖത്ത് നോക്കാൻ മനസ്സുണ്ടോ? ഇല്ല. തെറ്റുകളുടെ കൂമ്പാരമായി ഞാൻ എങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കും? എൻ്റെ മുമ്പിൽ അവൻ വന്ന് നിന്ന് ഒന്നും എന്നോട് മിണ്ടിയില്ലെങ്കിലും ആ മുഖം കാണുമ്പോൾ വേദനയോടെ നമുക്ക് അവൻ്റെ മടിയിൽ വീഴാം, അവൻ്റെ കാൽക്കൽ വീഴാം. എന്നിട്ട് പറയണം, കർത്താവേ, ഒത്തിരി തെറ്റുകളുണ്ട് ദൈവമേ, ആരും അറിയാത്ത തെറ്റുകൾ, മാതാപിതാക്കൾ അറിയാത്ത തെറ്റുകൾ, ഭർത്താവ് ഭാര്യ അറിയാത്ത തെറ്റുകൾ, കുഞ്ഞുങ്ങൾ അറിയാത്ത തെറ്റുകൾ, സമൂഹം അറിയാത്ത തെറ്റുകൾ, അങ്ങ് ക്ഷമിക്കണം. ഈ സമർപ്പണം യഥാർത്ഥമായി ദൈവം അംഗീകരിക്കുന്നെങ്കിൽ അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ സ്റ്റാർട്ടിങ് ആയിരിക്കും. ദൈവം അതിനെ സഹായിക്കട്ടെ. അതിലൂടെ ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇനി കേൾക്കാൻ പോകുന്നവർക്കും ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സംസാരിക്കുമാറാകട്ടെ. സമയം തന്ന പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.